സ്നേഹമുള്ളവരെ, തുടർന്നുള്ള സമയങ്ങളിൽ ഷാലോം നൈറ്റ് വിതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളിൽ ഒന്നായ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുന്ന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മോട് തൻ്റെ ജീവിതാനുഭവം പങ്കുവെക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത് ഒരു ഹൈന്ദവ സമുദായത്തിൽ ജനിച്ച് ഒരു തമിഴ് വംശജനായ വ്യക്തി, കോട്ടയം ടൗണിൽ ജീവിച്ച് സാധാരണ ഒരു ചുമട്ട് തൊഴിലാളിയിൽ നിന്നും അദ്ദേഹത്തെ കർത്താവ് എത്രമാത്രം ദൈവത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് ഉയർത്തുവാൻ തക്ക തരത്തിൽ ദൈവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച അത്ഭുത സാക്ഷ്യം അദ്ദേഹം പങ്കുവെക്കുവാൻ വേണ്ടി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ബ്രദർ രാജേന്ദ്രനാണ്. നീണ്ട 25 വർഷത്തോളമായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ തമിഴ് സെക്ഷൻ്റെ ചാർജും ഉത്തരവാദിത്വം ഒക്കെ ആയിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്തു വരികയാണ്. അതോടൊപ്പം തമിഴ്നാട്ടിലെ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുകയാണ്. കരങ്ങളടിച്ച് നമുക്ക് വചനവേദിയിലേക്ക് ബ്രദറെ ക്ഷണിക്കുകയും തുടർന്നുള്ള സമയങ്ങളിൽ നമ്മൾ ജീവിതാനുഭവം കേൾക്കുകയും ചെയ്യാം. സുഭാഷിതങ്ങൾ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: മനുഷ്യൻ പദ്ധതികൾ വിഭജനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെ അത്ര. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ഞാനിവിടെ ഈ വേദിയിൽ ഇന്ന് നിൽക്കാൻ ആഗ്രഹിച്ചതല്ല. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പ്രിയ സഹോദരങ്ങളെ, ഭാഷയ്ക്ക് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ 10-24 വർഷമായിട്ട് തമിഴ് മാത്രം പ്രസംഗിക്കുകയാണ്. മലയാളത്തിലെ പ്രസംഗമൊക്കെ നിർത്തിയിട്ട് 10-15 വർഷമായി. എങ്കിലും ദൈവം ബൈബിളിലൂടെ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കുകയാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 17 നാം ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകാനല്ല, സുവിശേഷം പ്രസംഗിക്കാനാണ്. എന്നാൽ വാഗ്വിലാസത്തോടെയല്ല, ആയിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശു വ്യർത്ഥമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ചില കുഴപ്പങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും സ്വർഗത്തിലെ ദൈവം വഴി നടത്തും. പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ബ്രദർ പരിചയപ്പെടുത്തിയതുപോലെ ജനിച്ചു വളർന്ന് പഠിച്ച എല്ലാം കോട്ടയം. എൻ്റെ പപ്പ 10 വയസ്സുള്ളപ്പം കേരളത്തിലേക്ക് കൂടി വന്ന ഒരു തമിഴ് കുടുംബത്തിലെ വ്യക്തിയാണ്. ലോകത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് വിശ്വസിച്ചു ആ ആചാരങ്ങളനുസരിച്ച് വളരെ ഭക്തിയോടുകൂടി ജീവിച്ച ഒരു വ്യക്തിയാണ്. യൗവനത്തിലേക്ക് കടന്നു വന്നു, ഒരു ജോലിയായി. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി. ഈ ലോകത്തിലെ എല്ലാ മ്ലേച്ഛതകളും ജീവിച്ചു. നാട് വിട്ടുപോയി. നാട് വിട്ടുപോയ ഒരു വ്യക്തി എല്ലാ തിന്മയ്ക്കും അടിമപ്പെട്ട് ജീവിച്ചു. ഇന്ന് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ യാതൊരു യോഗ്യതയില്ലാത്ത ഏറ്റവും വലിയ പാപി. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പാപികളിൽ ഒന്നാമൻ. അങ്ങനെ ആ മ്ലേച്ഛകരമായ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും, എന്തിനാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്? ഇതിലും ഭേദം ഭരിക്കുന്നതാണ് എന്ന് ചിന്തിച്ച് 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്നാൽ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തി. എപ്പോഴും ചിന്ത ജീവിതം അവസാനിപ്പിച്ച് മരിക്കണം, 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 ഇതാണ് ചിന്ത. അങ്ങനെ ആത്മഹത്യ ചെയ്യണം എന്ന ചിന്തയോടുകൂടി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ വേറൊരു സുഹൃത്ത് സ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എത്തിപ്പെട്ടു. ഡിവൈനിൽ എത്തിപ്പെട്ടത് ധ്യാനം കൂടി മാനസാന്തരപ്പെട്ട് ഇതുപോലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഒരു വ്യക്തിയെ ഡിവൈൻ ധ്യാനം കൂടാൻ കൊണ്ടുപോകണം. അങ്ങനെ എന്നെയും കൂടെ കൂട്ടി നല്ല മദ്യലഹരിയിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എത്തിപ്പെട്ടു. ശനിയാഴ്ച രാത്രിയിൽ അവിടെ പ്രവേശിച്ചു. നല്ല ഉറക്കം. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ചോദിച്ചു സ്ഥലവേദ. അദ്ദേഹം പറഞ്ഞതൊരു പള്ളിയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ അവിടെ വന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരാഴ്ച ധ്യാനം കൂടി പ്രാർത്ഥിക്കണം. ഈ ലോകത്തിൽ ഞാൻ വെറുക്കുന്ന 2 സാധനം മാത്രമേ ഉള്ളൂ. ഒന്ന് ഈ കയ്യിൽ വെച്ചിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം, 2 യേശുക്രിസ്തു. എന്തിനാണ് യേശുക്രിസ്തുവിനെയും ബൈബിളിനെയും വെറുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ 14-15 വയസ്സിൽ ഒരാൾ എനിക്ക് ബൈബിളിനെ പറ്റി പറഞ്ഞു തന്ന ഒരു ചെറിയൊരു സംഭവമാണ്. ബൈബിൾ എടുത്തിട്ട് എന്നെ പഠിപ്പിച്ച ഒരു സംഭവമുണ്ട്. ലോത്തിൻ്റെ സംഭവമാണ് എന്നെ പഠിപ്പിച്ചത്. ലോത്തിനെ പറ്റി പഠിപ്പിച്ചത് മാത്രമല്ല, ആ പ്രായത്തിൽ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു. ക്രിസ്ത്യാനികളെല്ലാം ഇതുപോലെ ഉള്ളവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ലോത്തിൻ്റെ സംഭവത്തെപ്പറ്റി പഠിപ്പിച്ചിട്ട് എല്ലാ ക്രിസ്ത്യാനികളും ഇതുപോലെ ഉള്ളവരാണ് എന്ന് പറയുമ്പോൾ ആ കൗമാരപ്രായത്തിൽ എന്താ ചിന്തിക്കുക? ഈ ലോകത്തിൽ ഒരിക്കലും പ്രത്യേകിച്ച് ക്രിസ്ത്യാനി ആകരുത്, ബൈബിൾ വായിക്കരുത്, ഏറ്റവും മോശമായ ഒരു വിശ്വാസം. മാത്രമല്ല, യേശുക്രിസ്തു എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവമേ അല്ല. എന്തുകൊണ്ടാണ്? ഒരിക്കലും ദൈവം മരിക്കത്തില്ല, ദൈവം ഒരിക്കലും മരിക്കത്തില്ല. അത്രയ്ക്കും വെറുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഉടനെ തന്നെ എഴുന്നേറ്റു താഴേക്ക് നടന്നു. സെക്യൂരിറ്റി പുറത്തു വിട്ടില്ല. ഞാൻ എത്ര ശ്രമിച്ചിട്ടും പുറത്തു വിട്ടില്ല. നിവർത്തികേട് കൊണ്ട് മാത്രം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഏറ്റവും പുറകിൽ നിന്ന് ഉറക്കം തൂങ്ങിയതാണ്. പ്രിയ സഹോദരങ്ങളെ, വൈകുന്നേരം ആകുമ്പോൾ പല സംഭവങ്ങളും അവിടെ നടക്കും. ഞങ്ങൾക്കറിയാം. വിശുദ്ധ എഴുന്നള്ളിച്ച് വെച്ച് രോഗശാന്തി പ്രാർത്ഥനയാണ്. അപ്പം ഇങ്ങനെ ക്യാൻസർ രോഗിയെ കർത്താവ് തൊടുന്നു, കൈയൊടിഞ്ഞാളെ കർത്താവ് തൊടുന്നു. ഇങ്ങനെ ഓരോ രോഗം വിളിച്ചു പറയുമ്പം ദൈവത്തെ ജനം മഹത്വപ്പെടുത്തുന്നു, കരങ്ങളടിക്കുന്നു, സ്തുതിക്കുന്നു. ആ കൂടെ അച്ഛനിങ്ങനെ വിളിച്ചു പറയും, ജോസഫിനെ തൊടുന്നു, മേരിയെ തൊടുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ചിരിയ. കാര്യം എന്താ? നമ്മളകത്ത് വന്നപ്പോൾ 140 രൂപയും കൊടുത്ത് പേരും അഡ്രസ്സെല്ലാം എഴുതി കൊടുത്തിട്ടാണ് വന്നത്. അത് തന്നെയാണ് തിരിച്ച് അച്ഛൻ വായിക്കുന്നത്. അങ്ങനെ ചിന്തിച്ച ആ നിമിഷം ഒരു സംഭവം ഉണ്ടായി. ബഹുമാനപ്പെട്ട പനക്കലച്ചൻ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കുടുംബം നഷ്ടപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ആത്മഹത്യാ കുറിപ്പെഴുതി പോക്കറ്റിൽ വെച്ചിരിക്കുന്ന യുവാവിനെ കർത്താവ് സ്പർശിച്ച് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ഒരൊറ്റ വാക്ക് എന്നെ സ്പർശിച്ചു. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പോക്കറ്റിൽ ആത്മഹത്യാ കുറിപ്പുണ്ട് എന്നുള്ള വിഷയം ഈ ലോകത്തിൽ എനിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. വേദിയിൽ നിന്ന് ബഹുമാനപ്പെട്ട പനക്കലച്ചൻ വിളിച്ചു പറയുന്നത്, ജീവിതത്തിൽ ആദ്യമായി എൻ്റെ കൈകൾ ഉയർത്തി യേശുവേ യേശുവേ എന്ന് വിളിച്ചു. കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണീര് ധാരതരായിട്ട് പോകുന്നു. എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24 വർഷം കഴിഞ്ഞു. എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാൻ പറ്റും. വിശുദ്ധ ബൈബിളിൽ ഒരു കാര്യം വായിക്കുന്നു. റോമർ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തും, എന്നെ അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തും എന്നാണ് വചനം പറയുന്നത്. യേശുക്രിസ്തുവിനെ തേടി കണ്ടെത്താൻ പോയതല്ല, എന്നാൽ ആ ധ്യാനത്തിലൂടെ യേശുവിനെ സ്വീകരിച്ചു. ആ ഡിവൈൻ ധ്യാനകേന്ദ്രം വിട്ട് പുറത്തു വരുമ്പോൾ ഞാനൊരു കാര്യം ചെയ്തു. ഹൃദയം കൊണ്ട് ഒരു കാര്യം ചെയ്തു. കർത്താവേ, യേശുവേ, ഇനി അങ്ങയുടെ മകനായി ജീവിക്കും എന്ന് ഹൃദയത്തിൽ വിചാരിച്ചു ഞാൻ പുറത്തു വന്നു. കോട്ടയം ടൗണിൽ ചുമടെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. വീണ്ടും ആ ചുമടെടുക്കുന്ന പണി തന്നെ ചെയ്തു. വൈകുന്നേരം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും. കോട്ടയത്തുള്ളൊരു കൂട്ടായ്മയിൽ പങ്കെടുത്തു. പയ്യെ വിശ്വാസത്തിൽ വളർന്നു തുടങ്ങി. ഏറ്റവും കൂടുതൽ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് മാത്രം ആരാധിച്ചു. ഇതുപോലെ പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കാനോ ആരാധനയിൽ പങ്കെടുക്കാനോ അറിയത്തില്ല. മാത്രമല്ല, പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് പോലും എനിക്കറിയത്തില്ല. പ്രിയ സഹോദരങ്ങളെ, കാലം കടന്നുപോയി. വീണ്ടും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലൊരു ധ്യാനത്തിന് പോയി. വിജാതിയർക്കുള്ള ധ്യാനമാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടി യേശുക്രിസ്തുവിനെ സ്വീകരിച്ച വിജാതിയർക്ക് വേണ്ടി മാത്രം ഒരു ധ്യാനം. 95 ലാസ്റ്റിൽ ആ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ കേരളത്തിലെ 14 ജില്ലകൾക്കും 14 പേരെ തിരഞ്ഞെടുത്തു. അങ്ങനെ ആ ധ്യാനത്തിൽ കോട്ടയം ജില്ലയുടെ വിജാതീയ കൂട്ടായ്മയുടെ ലീഡറായിട്ട് തിരഞ്ഞെടുത്തു. പ്രിയ സഹോദരങ്ങളെ, കൂലിപ്പണി ചെയ്ത് ശനിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളായിട്ട് 26 പ്രാർത്ഥനാ ഗ്രൂപ്പ് രൂപീകരിച്ചു. വിജാതിയർക്ക് വേണ്ടി, അക്രൈസ്തവർക്ക് വേണ്ടി. ശനിയാഴ്ച ഞായറാഴ്ചയും ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി ഓടി നടക്കും. പ്രസംഗിക്കാൻ എനിക്കറിയത്തില്ല, എനിക്ക് പ്രസംഗിക്കാനേ അറിയത്തില്ല. എന്താ ചെയ്തത്? അന്ന് അവിടെ കോട്ടയത്തിലുണ്ടായിരുന്ന ചില വചനപ്രഭാഷകരൊക്കെ വിളിക്കും, കൂട്ടായ്മയിൽ വചനം പങ്കുവെക്കാൻ പറയും. ഞാൻ ഓർക്കുകയാണ്, ബഹുമാനപ്പെട്ട ജോർജ് ഗ്ലോറിയ സാർ ആ കൂട്ടായ്മയിൽ പല പ്രാവശ്യം വന്ന് വചനം പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ ക്ഷണിക്കപ്പെട്ട വ്യക്തി വരാത്തത് കൊണ്ട് അവിടെ സാക്ഷ്യം പറയാൻ പറഞ്ഞു. സാക്ഷ്യം തന്നെ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ഒരു 5 മിനിറ്റ് സാക്ഷ്യം പറഞ്ഞു. അന്ന് തുടങ്ങിയതാണ്. ഇന്നത്തേക്ക് 24 വർഷം എല്ലാ ദിവസവും കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാനും വേദികളിൽ വചനം പങ്കുവെക്കാനും സുവിശേഷം അറിയിക്കാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
അങ്ങനെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പനക്കലച്ചനെ കോട്ടയത്ത് കൊണ്ടുവന്നു. അച്ഛൻ എന്നെ ഡുബൈനിലേക്ക് കൊണ്ടുപോയി. അതിന് മുമ്പായിട്ട് അതിനിടയ്ക്ക് ഒരു സംഭവം കൂടി ഉണ്ടായി. നമ്മുടെ ബഹുമാനപ്പെട്ട ബെന്നി പുന്നത്തറ സാറിൻ്റെ വിജയം നൽകുന്ന കർത്താവ് എന്നൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകം തമിഴിൽ ആദ്യം പരിഭാഷപ്പെടുത്തി. ആ പരിഭാഷപ്പെടുത്തിയ പുസ്തകം ഡുബൈനിൽ പരിചയപ്പെടുത്തി. അതിലൂടെ ഡുബൈൻ ധ്യാന കേന്ദ്രത്തിൽ ഡുബൈൻ വോയിസ് എന്ന് പറയുന്ന മാസിക തമിഴിൽ തുടങ്ങാൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ ജനിച്ചു വളർന്ന് പഠിച്ചതെല്ലാം കോട്ടയത്ത് തന്നെയാണ്. തമിഴ്നാട്ടിൽ ഒരു സ്കൂളിലും പോയി പഠിച്ചിട്ടില്ല. എങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഡുബൈനിൽ പോകും. അപ്പോൾ അവർ കുറേ ലേഖനങ്ങളൊക്കെ എടുത്തു തരും. ഇതെല്ലാം കൊണ്ടുവന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൂലിപ്പണിയും ചെയ്ത് 2ാം നിലയ്ക്ക് പോകുന്ന ഒരു നടയുടെ താഴെ മണ്ണെണ്ണ വിളക്ക് വെച്ച് കിടന്ന് ആ മലയാള ലേഖനം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തി അടുത്ത ബുധനാഴ്ച ഇതുപോലെ തന്നെ ഡുബൈനിൽ കൊണ്ട് കൊടുക്കും. അവരത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ ആഴ്ച കൊടുത്തത് ഈ ആഴ്ച പ്രൂഫ് റീഡ് നോക്കാൻ കൊടുക്കും. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഡുബൈൻ ധ്യാന കേന്ദ്രത്തിലും ശനിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയം ജില്ലയുടെ അക്രൈസ്തവ കൂട്ടായ്മകളിലും വചനം പങ്കുവച്ചും ബാക്കി 4 ദിവസം ചുമടെടുത്ത് ജീവിച്ചു. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ തെലുങ്ക് സെക്ഷനിൽ ഒരു അരമണിക്കൂർ സാക്ഷ്യം പറയാനായിട്ട് അനുവദിച്ചു. ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കുമ്പം കോട്ടയത്തുള്ള ഒരു ബഹുമാനപ്പെട്ട റവറൻറ്റ് സിസ്റ്റർ അത് തെലുങ്ക് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. ദൈവകൃപയാൽ പെട്ടെന്ന് ആ ഭാഷ പഠിക്കാനും മനസ്സിലാക്കാനുള്ള കൃപ കിട്ടി. യാദൃശ്യമായിട്ട് ഒരു ദിവസം ആ സിസ്റ്റർ പറഞ്ഞു പനക്കലച്ചനോട്, അച്ഛാ ബ്രദർ പെട്ടെന്ന് ഭാഷ പഠിച്ചു. അച്ഛൻ പറഞ്ഞു, നീ ഇപ്പോൾ തമിഴിൽ സാക്ഷ്യം പറയാൻ പറഞ്ഞു. അങ്ങനെ തമിഴിൽ സാക്ഷ്യത്തിന് കയറി. പിന്നെ അച്ഛൻ പറഞ്ഞു തമിഴിൽ തന്നെ ശുശ്രൂഷ ചെയ്യാനായിട്ട്. പ്രിയ സൗരങ്ങളെ, അങ്ങനെ തമിഴ് ധ്യാനഭാഗത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി കടന്നു വന്നു. കുട്ടികളുടെ ധ്യാനം, യുവജന ധ്യാനം, അങ്ങനെ വചനം പങ്കുവച്ചു. വലിയ ആൾക്കാർക്ക് ധ്യാനം നടക്കാനുള്ള അവസരം കിട്ടി. ഇന്നത്തേക്ക് തമിഴ്നാട്ടിൽ കന്യാകുമാരി മുതൽ ചെന്നൈ വരെ 32 ജില്ലയിലും പോണ്ടിച്ചേരിയിലും കർണാടക, ആന്ധ്ര, ഇന്ത്യക്ക് വെളിയിലും സ്വർഗത്തിലെ ദൈവം വചനം പങ്കുവച്ചാനായിട്ട് എത്തിച്ചു. ഹല്ലേലൂയ. കോട്ടയം ടൗണിൽ ചുമടെടുത്ത് കള്ളും കുടിച്ച് കടത്തിനെ കിടന്ന ഒരു ജീവിതം ഉണ്ടായിരുന്നു. ഈ കള്ളും കുടിച്ച് കടത്തിനെ കിടക്കുന്ന കാലത്ത് നമ്മൾ ആരും തിരിഞ്ഞു നോക്കത്തില്ല. അന്ന് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവ വേലയ്ക്കായിട്ട് കടന്നു വന്നു, ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നപ്പോൾ ഇന്ന് എന്താണ് ചെയ്യുന്നത് കോട്ടയത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ സ്വർഗത്തിലെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. കോട്ടയം പട്ടണത്തിൽ ഏറ്റവും നല്ല ഒരു അനുഗ്രഹമായ ജീവിതം ദൈവം അത്രമാത്രം അനുഗ്രഹിച്ചിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞാലും തീരത്തില്ല, അത്രയും അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട്. പ്രിയ സൗരങ്ങളെ, അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് തമിഴ്നാട് മൊത്തം, തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷയിൽ ഒരാളായിട്ട് ദൈവം ഉയർത്തിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ കേൾക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എൻ്റെ ജീവിതം തകർന്നു, എൻ്റെ ഭാര്യ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു പോയി, എൻ്റെ ഭർത്താവ് എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു പോയി, എന്തുകൊണ്ട് എൻ്റെ ബിസിനസ് പോയി, എന്തുകൊണ്ട് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു, എനിക്ക് എന്തുകൊണ്ട് കർത്താവെ ഇത് സംഭവിച്ചു എന്ന് ചിന്തിച്ചിരിക്കുന്ന സഹോദര സഹോദരി, ഒരു കാര്യം ഓർക്കുക, ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നെന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ ഒരുപക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ ഇതുപോലെ ജോലി നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ കുടുംബം നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ബിസിനസ് നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത നിൽക്കുന്ന അവസ്ഥയിൽ ഒരു പക്ഷേ നിങ്ങൾ ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട വ്യക്തികളല്ല. ദൈവം നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യും. തമിഴ്നാട്ടിൽ പള്ളിക്കൂടത്തിൽ പോലും പോകാത്ത, ഭാഷ പഠിക്കാത്ത എന്നെക്കൊണ്ട് ദൈവം വന്ന് തമിഴ്നാട്ടിൽ അനേക ശുശ്രൂഷകൾ, അതിനേക്കാൾ ഉപരിയായിട്ട് 6 തമിഴ് മാസിക തുടങ്ങാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം തന്നു. 6 തമിഴ് മാസിക, ആത്മീയമായിട്ട് തമിഴ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് 6 മാസിക തുടങ്ങാനുള്ള കൃപ ദൈവം തന്നു. ആ 6 മാസിക സഹായിക്കാനുള്ള കൃപ ദൈവം തന്നു. ഇന്ന് ഒരു ദിവസം 365 ദിവസത്തിൽ വചനം പറയാത്ത ഒരു ദിവസം പോലുമില്ല. കഴിഞ്ഞ 15-18 വർഷങ്ങളായിട്ട് എല്ലാ ദിവസവും ഈ ബൈബിളുമായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് 10 പേർക്കെങ്കിലും വചനം പങ്കുവെക്കാനുള്ള കൃപ ദൈവം തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ബൈബിളിലൂടെ വായിക്കുകയാണ്. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 21 അന്യ ഭാഷകൾ സംസാരിക്കുന്നവരുടെ ആളുകൾ വഴിയും അന്യ ദേശക്കാരായ അധരങ്ങൾ വഴിയും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, എങ്കിലും അവർ എന്നെ കേൾക്കാൻ കൂട്ടാക്കിയില്ലെന്ന് കർത്താവ് പറയുന്നു. ഇന്ന് ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജീവിച്ച തമിഴ് കുടുംബത്തിൽപ്പെട്ടവരാണ്. ഇങ്ങനെ ഈ ബൈബിളുമായിട്ട് പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഒത്തിരി അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട്. അവഹേളനങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല
പറഞ്ഞു ഈ ബൈബിളുമായിട്ട് പോകുന്നത് ഒത്തിരി ലാഭമുള്ള ഒരു പരിപാടിയാണ്, വിദേശത്ത് നിന്നൊക്കെ പണമൊക്കെ കിട്ടും, ഇത് തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞു. ഒന്നുമല്ല, ഒന്നും കണ്ടോണ്ടല്ല ഞാൻ ഈ ബൈബിൾ കയ്യിലെടുത്തത്. ആരെങ്കിലും എന്നെ സഹായിക്കും, ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും കൊടുക്കും എന്നല്ല, എങ്കിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇന്ന് ഒരു കുറവുമില്ലാതെ എന്നെ വഴി നടത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ബുദ്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തു നേരിട്ട് ഇറങ്ങി വന്ന്, രാജേന്ദ്ര ഞാനാണ് യേശുക്രിസ്തു, നീ എന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കത്തില്ല. അത്രയ്ക്കൊരു ബുദ്ധിയാണ് എൻ്റെ ബുദ്ധി. എന്നാൽ ജോലി നഷ്ടപ്പെട്ടു, മ്ലേച്ഛതയ്ക്ക് കടിമയായി ജീവിച്ചു, യേശുവിലേക്ക് കടന്നു പോന്നു. എന്തുകൊണ്ടാണ് എനിക്ക് തകർച്ച സംഭവിച്ചത് എന്ന് ചിന്തിച്ച് ഒരു പക്ഷേ നിങ്ങളിരിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, 2004 ഡിസംബർ 26 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറഞ്ഞില്ലെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, അന്നാണ് സുനാമി ഉണ്ടായത്. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല, അല്ലേ? അന്നാണ് എൻ്റെ മാമോദിസ. സുനാമിയുടെ അന്ന് മാമോദിസ, അല്ല മാമോദിസയുടെ അന്ന് സുനാമി, എങ്ങനെ വേണേലും ആകാം. ഈ സുനാമിക്കും നമുക്ക് എന്താണ് ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞ് വീണ്ടും ആ സുനാമി നടന്ന സംഭവം പോയി കാണുവാനിടയായി. ഒരു പുസ്തകത്തിലൂടെ വായിച്ചു. സുനാമി അന്നേ ദിവസം ഒരേ കുടുംബത്തിലെ 7 വ്യക്തികൾ ആ സുനാമിയിൽ മരിച്ചുപോയി. ഒരേ കുടുംബത്തിൽ 3 മക്കളും അദ്ദേഹത്തിൻ്റെ 4 ബന്ധുക്കളും 7 പേര് മരിച്ചുപോയി. 7 പേരെ അടക്കിയിട്ട് ആ ഹൈന്ദവനായ സഹോദരൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്കും മരിച്ചു പോകാം, നമുക്കും മരിക്കാം എന്ന് പറഞ്ഞ് 30 ദിവസവും ഭാര്യയെ പുള്ളിയെ നിർബന്ധിച്ചെന്ന്. ആ ഭാര്യ പലതും പറഞ്ഞ് ഓടി പറഞ്ഞ് മാറി. കറക്റ്റ് 30-ാം ദിവസം അദ്ദേഹം ഭാര്യയെ നിർബന്ധിച്ചു, ഇന്ന് നമുക്ക് മരിക്കണം, മക്കൾ മരിച്ച് 30-ാം ദിവസമാണ്, ഇന്ന് നമുക്ക് മരിക്കണം. ആ ഭാര്യ പറഞ്ഞു, ചേട്ടാ എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും ഭക്ഷണം മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. മക്കൾ മരിച്ച് 30 ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത ആ ദമ്പതികൾ ആദ്യമായിട്ട് വീട് വിട്ട് പുറത്തിറങ്ങി. അദ്ദേഹം കുറച്ച് ദൂരം നടന്നപ്പോൾ 2 കുട്ടികൾ കരഞ്ഞുകൊണ്ട് വരുന്ന ഒരു കാഴ്ചയാണ്. ഈ കുട്ടികളെ കണ്ടപ്പോൾ ഈ സഹോദരൻ്റെ മനസ്സിൽ മരിച്ചുപോയ തൻ്റെ കുട്ടികളെ പറ്റിയുള്ള ഓർമ്മ വന്നു. ഇദ്ദേഹം അവിടെ ആ കുട്ടികളുടെ അരികിൽ കാല് മടക്കി മുട്ടുകുത്തിയിരുന്നിട്ട് ചോദിച്ചു, എന്താ മക്കളെ കരയുന്നത്? ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു, സുനാമിയിൽ എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി. കുട്ടികൾ കരഞ്ഞു. ആ കുട്ടികൾ കരഞ്ഞപ്പോൾ ഇയാളും കരഞ്ഞു. അവിടെ കണ്ണീരൊപ്പി അവർക്ക് 10 രൂപ കൊടുത്ത് മുട്ടായി മേടിക്കാൻ പറഞ്ഞിട്ട് പിന്നെയും മുമ്പോട്ട് പോയപ്പം പുള്ളി വീണ്ടും 2 കുട്ടികൾ കരഞ്ഞുകൊണ്ട് വരുന്നത് കണ്ടു. അവരോട് ചോദിച്ചു, എന്താ മക്കളെ കരയുന്നത്? സുനാമിയിൽ മാതാപിതാക്കൾ മരിച്ചുപോയെന്ന് പറഞ്ഞു. ആ കുട്ടികളോട് അത് തന്നെ പറഞ്ഞിട്ട് ഇദ്ദേഹം വീണ്ടും മുമ്പോട്ട് പോയപ്പം വീണ്ടും ഒരു കുട്ടി വന്നു. ആ കുട്ടിയും പറഞ്ഞു, സുനാമിയിൽ മാതാപിതാക്കൾ മരിച്ചുപോയെന്ന്. പ്രിയ സഹോദരങ്ങളെ, ആഹാരം മേടിക്കാനായിട്ട് വീട് വിട്ട് ഇറങ്ങി വന്ന ആ ദമ്പതികൾ ആഹാരം മേടിക്കാതെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വെറും 10 മിനിറ്റ് കൊണ്ട് ആ ഭാര്യയും ഭർത്താവും ഒരു കാര്യം ചിന്തിച്ചു, ഈ ഗ്രാമത്തിൽ സുനാമിയിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾ ഇഷ്ടം പോലെയുണ്ട്, നമുക്കോ മക്കളെല്ലാം നഷ്ടപ്പെട്ടു. ഇനി നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? ആർക്കും ജീവിക്കാനില്ല എന്ന് ചിന്തിച്ചു. എന്നാൽ മാതാപിതാക്കളില്ലാത്ത മക്കളെ നമുക്കെടുത്ത് വളർത്താം എന്നും ആ ഭാര്യയും ഭർത്താവും മാത്രം ചിന്തിച്ചു തീരുമാനിച്ചു. 1 മണിക്കൂർ കൊണ്ട് ആ ഗ്രാമത്തിലെ 36 കുട്ടികളെ അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ബന്ധുക്കളും കൂട്ടുകാരും എല്ലാം ഓടി വന്ന് പറഞ്ഞു, നീ വേണ്ടാത്ത പണിയാണ് ചെയ്യുന്നത്. അവരത് കൂട്ടാക്കിയില്ല, അവർ വളർത്താൻ തുടങ്ങി. 3 വർഷം കഴിഞ്ഞ് അവർക്കൊരു കുട്ടി ജനിച്ചു. വീണ്ടും 3 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു കുട്ടി ജനിച്ചു. അദ്ദേഹം ആ 2 കുട്ടികളെയും ഈ 36 കുട്ടികളെയും ഇരുത്തിയിട്ട് ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് കൊടുത്ത് തമിഴ്നാട്ടിലെ ഒരു വലിയ മാഗസിനിൽ ആ വലിയ ഫോട്ടോ ഫീച്ചറായിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ അവസാനമായിട്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, അതാണ് എന്നെ സ്പർശിച്ചത് എന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ കാരണം. അദ്ദേഹം പറഞ്ഞ വാക്ക് ഇതാണ്, ആ വീട് തന്നെ, ആ കടൽ തീരം തന്നെ, ആ വീട് തന്നെ, ആ കടൽ തീരം തന്നെ. അവസാനം പറഞ്ഞ വാക്ക് ഇതാണ്, എന്നാൽ അന്നത്തേക്കാൾ ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നത്തേക്കാൾ ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണെന്ന് പറയും. 30 ദിവസവും ആത്മഹത്യയെപ്പറ്റി മാത്രം ചിന്തിച്ച ഒരു വ്യക്തി
ഇന്ന് 38 കുട്ടികളുടെ പിതാവാണ്. 38 മക്കളുടെ പിതാവാണ്. 3 മക്കളെ ഒരേ നിമിഷം നഷ്ടപ്പെട്ടു. എന്നാൽ 10 വർഷം കഴിഞ്ഞ് 38 കുട്ടികളുടെ പിതാവാണ്. അദ്ദേഹം പറയാണ്, ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കത് പറയാൻ കാര്യം, ആ കുടുംബം ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നു. 38 മക്കളുടെ മാതാപിതാക്കളായി. ഇന്ന് ഇതുപോലെ ചിന്തിച്ചിരിക്കുന്ന നിങ്ങളോട് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. സ്വർഗത്തിലെ ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. സ്വർഗത്തിലെ ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളുടെ തലയിലെ ഓരോ തലമുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. തലയിലെ ഓരോ തലമുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ ചെയ്യുമ്പോൾ ഒരു മുടി താഴെ വീണാൽ പോലും കർത്താവിനറിയാം. കർത്താവിനറിയാം. ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സുഭാഷിതങ്ങൾ 16:1 പറഞ്ഞല്ലോ, മനുഷ്യൻ പദ്ധതികൾ വിഭജനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെയാണ്. ഞാനിന്ന് ഓർക്കാണ് ഈ ഷാലോം 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 20-25 വർഷമായിട്ട് മനസ്സിൽ ഓർക്കാണ്. ആദ്യകാലങ്ങളിൽ ഞാനിവിടെ എൻ്റെ ബയോഡാറ്റയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു 10-12 വർഷം മുമ്പ്. പക്ഷെ ക്ഷണിച്ചില്ല. എന്നാൽ ഇന്ന് ഞാൻ ആഗ്രഹിക്കാത്ത ഒരു നിമിഷത്താണ് ദൈവം ഇവിടെ എത്തിച്ചിരിക്കുന്നത്. എന്തിനാ ആഗ്രഹിക്കാത്തത്? ഷാലോം TV, ഞാൻ തമിഴ്നാട്ടിലെ ശുശ്രൂഷകനാണ്. തമിഴിൽ ദൈവകൃപയാൽ അനുഗ്രഹിച്ചു, ഒത്തിരി ശുശ്രൂഷകളുണ്ട്. എന്നാൽ ആഗ്രഹിക്കാത്ത ഒരു നിമിഷം ദൈവം ഇവിടെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. സുഹൃത്തുക്കളോട് പറഞ്ഞു പോകുന്നില്ല. അവർ പറഞ്ഞു, ഇല്ല ബ്രദർ പോകണം. പോയിട്ട് പറഞ്ഞു, ഈ ഷാലോം പ്രോഗ്രാം ലോകത്ത് അനേക തമിഴരും കാണുന്നുണ്ട്. അപ്പോൾ തമിഴ് ജനങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പോകണമെന്ന് പറഞ്ഞു. പ്രിയ സൗരങ്ങളെ, പ്രത്യേകമായിട്ട് ഓർക്കാണ്, കള്ളും കുടിച്ച് കടത്തിണ്ണയിൽ കിടന്ന് ആത്മഹത്യയെ മാത്രം ചിന്തിച്ച് നടന്നൊരു വ്യക്തി. ഇന്ന് ഒരു ദിവസം പോലും എനിക്ക് ഒഴിവില്ല. ഒരു ദിവസം പോലും, അടുത്ത 6-7 മാസത്തെ പ്രോഗ്രാം ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം പോലും എനിക്ക് ഒഴിവില്ല. 10 പേരുള്ളിടത്ത്, 100 പേരുള്ളിടത്ത്, 500 പേരുള്ളിടത്ത് പള്ളികളിലെ ധ്യാനം. മാത്രമല്ല, ഈ 2014 ശേഷം ബഹുമാനപ്പെട്ട സന്തോഷ് ബ്രദറിൻ്റെ പവർ വാഞ്ചലൈസേഷൻ്റെ തമിഴ് പ്രോഗ്രാം ഏറ്റെടുത്ത് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള കൃപ നൽകി. ഒരൊറ്റ ആഗ്രഹമുള്ളൂ, ഈ ജനത്തെ കർത്താവിന് വേണ്ടി നേടണം. ഈ ജനത്തെ കർത്താവിന് വേണ്ടി നേടണം. അതിൻ്റെ ആഗ്രഹമാണ്. ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ 1 മിനിറ്റ് മാത്രം ഒരു ദിവസം, കർത്താവെ തമിഴ് ജനത്തെ അനുഗ്രഹിക്കണേ. ആ തമിഴ്നാട്ടിലെ എല്ലാ ജനങ്ങളും, ലോകമെമ്പാടുള്ള തമിഴ് ജനം യേശുവിനെ അറിയണമേ എന്ന് നിങ്ങൾ 1 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും സ്വർഗത്തിലെ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. തമിഴ്നാട് എവിടെയാണ്? കേരളത്തിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനമാണ്. കേരളത്തിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനം. ആ തമിഴ് ജനം യേശുവിനെ അറിയണം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ദൈവം ഞാൻ ചിന്തിക്കാത്ത രീതിയിൽ അനുഗ്രഹിച്ചിട്ടുണ്ട്. ശുശ്രൂഷയോടെ വഴി നടത്തുന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ തമിഴ് ഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷനായിട്ട് ദൈവം മാറ്റി. ഈ ലോകത്തിൽ ഈ ആത്മീയമായിട്ട് ഈ ശുശ്രൂഷ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ്റെ കരങ്ങളിലൂടെ 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ മാമോദിസ സ്വീകരിച്ചത്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷ തുടങ്ങി ഏതാണ്ട് 10 വർഷം കഴിഞ്ഞു. എല്ലാവരും എന്നോട് ചോദിച്ചു, നീ മാമോദിസ സ്വീകരിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, സ്വീകരിക്കും. എപ്പോഴാണ്? ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ കോട്ടയത്ത് വന്ന് മാമോദിസ തന്നാൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ കോട്ടയത്ത് വന്ന് മാമോദിസ നൽകി. അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിലച്ചനോട് ആദ്യ കുർബാന സ്വീകരിക്കാനുള്ള കൃപ ദൈവം തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ ഇന്നലെ ഇവിടെ വരാനായിട്ട് ഒരുങ്ങി നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിലച്ചനെയും പനക്കിലച്ചനെയും കണ്ട് അനുഗ്രഹം മേടിച്ചു. ഈ ശുശ്രൂഷ ജീവിതത്തിൽ നിങ്ങളോട് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഏത് അവസ്ഥയിലാണെങ്കിലും ദൈവം ഉയർത്തും. നിങ്ങളിന്ന് കള്ളും കുടിച്ച് ഒന്നുമില്ലാത്ത ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന, ഒരു പക്ഷേ ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് എങ്കിലും ദൈവം കൂടെയുണ്ട്. ഒന്നുമില്ലാത്ത നിങ്ങളെ ദൈവം ഉയർത്തും. ദൈവം അത്ഭുതകരമായിട്ട് ഉയർത്തും. ദൈവം അത്ഭുതമായിട്ട് ഉയർത്തും. എന്താ ബൈബിളിൽ നമ്മൾ വായിക്കുന്നു? ഒരു സെക്കൻഡ് മതി ദൈവം ഉയർത്താനായിട്ട്. ഒരു സെക്കൻഡ്. ദരിദ്രനെ സമ്പന്നനാക്കാൻ ദൈവത്തിന് 1 നിമിഷം മതി. ദരിദ്രനെ സമ്പന്നനാക്കാൻ ദൈവത്തിന് 1 നിമിഷം മതി. ഏതവസ്ഥയാണെങ്കിലും ദൈവത്തെ സ്വീകരിക്കുക പൂർണ്ണമായിട്ട്. ദൈവത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ദൈവം ഉയർത്തും. പ്രിയ സഹോദരങ്ങളെ, പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഞാൻ ചെയ്ത ഒരൊറ്റ കാര്യമുള്ളൂ, യേശുവെ അങ്ങയുടെ മകനായി ജീവിക്കും. ആ തീരുമാനമെടുത്തു. മദ്യപാനം മാത്രം ഉപേക്ഷിച്ചു. ആ മദ്യപാനം ഉപേക്ഷിച്ച ആ നിമിഷം തന്നെ എല്ലാ
ദുശ്ശീലങ്ങൾ മാറി. ദുശ്ശീലങ്ങൾ മാറി എന്ന് മാത്രമല്ല, ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. പ്രിയ സഹോദരങ്ങളെ, ഇനി എന്നെ കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുമോ? എന്തെങ്കിലും കുറവുള്ളതായിട്ട് തോന്നുമോ? ഇല്ല. എങ്കിൽ ഒരു കാര്യം, 2 ചെവിക്കും കേൾവിയില്ല. 2 ചെവിക്കും കേൾവിയില്ലാത്തൊരു വ്യക്തിയാണ്. ഒരു ചെറിയ ഹിയറിംഗ് എയ്ഡ് ഉണ്ട്. ആ ഹിയറിംഗ് എയ്ഡ് എടുത്തു മാറ്റിയാൽ ഈ ലോകത്തിലെ ഒരു ശബ്ദവും എനിക്ക് കേൾക്കത്തില്ല. 2 ചെവിക്കും കേൾവിയില്ലാത്തൊരു വ്യക്തിയാണ്. തമിഴ്നാട്ടിൽ ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഓടി നടക്കുന്നു. ഞാൻ സാധാരണ പ്രസംഗിക്കുന്ന സ്ഥലത്ത് ഇത് പറയാറില്ല. എന്തിനു വേണ്ടിയിട്ടാ? അത് പറയണ്ട എന്നാണ് ഇന്നുവരെ പറഞ്ഞിട്ടില്ല. വളരെ ചുരുക്കം വചനപ്രഘോഷകർക്കുള്ള പരിശീലന ധ്യാനത്തിൽ മാത്രമേ ഞാനത് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ പള്ളികളിൽ ധ്യാനിപ്പിക്കുന്ന സ്ഥലത്തോ കൺവെൻഷൻ പന്തലിലോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നത്? ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, ഇന്നെന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്തെങ്കിലും ശരീരത്തിൻ്റെ കുറവുകളുണ്ടെങ്കിൽ, കേൾവിയില്ല, കാഴ്ചയില്ല, കണ്ണില്ല, കാലില്ല, കയ്യില്ല, ഇങ്ങനെ അങ്ങ് എന്തെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ വിശ്വസിക്കുക, അതൊന്നും ഒരു വിഷയമേ അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ അതൊരു ഭയങ്കര അനുഗ്രഹമായിരിക്കും. നമ്മൾ ബൈബിളിൽ വായിക്കുന്ന സങ്കീർത്തന പുസ്തകം 113 അധ്യായത്തിൻ്റെ 6, 7, 8 വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്നും ഉയർത്തുന്നു, അഗതിയെ ചാരക്കൂനയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അവരെ പ്രഭുക്കന്മാരോടൊപ്പം, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം എൻ്റെ ജീവിതത്തിൽ മാത്രമുള്ള സംഭവമാണ്. ഈ വചനം ഇന്ന് എൻ്റെ ജീവിതത്തിൽ മാത്രമുള്ള ഒരു വചനമാണ്. എന്തുകൊണ്ടാണ്? ഇന്ന് ഒന്നുമില്ലാതെ വെറും കടത്തിനായി കിടന്ന ഒരു വ്യക്തിയെ ദൈവം ഉയർത്തിയത് കൊണ്ട് മാത്രമായില്ല, ഒരു വിശ്വാസിയായിട്ടല്ല, ഇന്നൊരു ശുശ്രൂഷകനായിട്ട് ഉയർത്തി. മാത്രമല്ല, ഇന്ന് തമിഴ്നാട്ടിൽ അഭിവന്ധ്യ പിതാക്കന്മാരോടൊപ്പം അനേകം വേദികളിൽ വചനം പങ്കുവെക്കാനും അവരോടൊപ്പം ഒരു പല കാര്യങ്ങൾ ചർച്ച ചെയ്യാനും, ഇന്ന് തമിഴ്നാട് സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയിട്ട് പല ശുശ്രൂഷകൾ നടത്താനുള്ള കൃപ ദൈവം തന്നു. എത്ര ഒരു അത്ഭുതകരമായിട്ടൊരു വാക്കാണ്. നോക്കിയേ, അവിടുന്ന് വളരെ വ്യക്തമായിട്ട് പറയണേ, അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു. അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്നും അഗതിയെ ചാരക്കൂനതയിൽ നിന്നും. അഗതികളായിട്ടാണ് ഞങ്ങൾ എൻ്റെ പിതാവ് തമിഴ്നാട് വിട്ട് കേരളത്തിലേക്ക് വന്നത്. അഗതികളായിട്ടാണ് വന്നത്. എങ്കിലും സ്വർഗത്തിലെ ദൈവം ഉയർത്തി. എന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ഒരു കാര്യം ചെയ്തിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ. യെശയ്യാ പുസ്തകം 55 അധ്യായത്തിൻ്റെ അതിൻ്റെ 4, 5 വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഇതാ, ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു. നിനക്ക് അജ്ഞാതമായ ജനതകളെ നീ വിളിച്ചുകൂട്ടും. നിന്നെ അറിയാത്ത ജനതകൾ നിന്റെ അടുക്കൽ ഓടിക്കൂടും. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാകുകയാണ്. കോട്ടയത്തിൽ ജനിച്ചു വളർന്ന ഒരു വിജാതീയനായ അക്രൈസ്തവനായ ഒരു വ്യക്തി ഇന്ന് തമിഴ്നാട്ടിൽ അനേകം സ്ഥലങ്ങളിൽ ചെന്ന് ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവരെ വിളിച്ചു കൂട്ടുന്നു, അവർക്ക് വചനം പങ്കുവെക്കുന്നു. ഈ വചനം കൂടി എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകണം. ഇന്ന് എനിക്ക് തമിഴ്നാട്ടിൽ വേറെ ബന്ധങ്ങളോ അല്ല ക്രിസ്തീയ വിശ്വാസത്തിലുള്ള ആരുമായിട്ട് ഒന്നുമില്ല. പക്ഷെ ശുശ്രൂഷകനായതിനു ശേഷം കുറേ നല്ല ബന്ധങ്ങൾ കിട്ടി. പക്ഷെ അതിലൂടെ ഇങ്ങനെ പറയണേ, വളരെ വ്യക്തമായിട്ട് അനേകരെ വിളിച്ചു കൂട്ടാനും നേതാവും അധിപനും സാക്ഷിയാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് പറയുന്ന ഈ കാര്യങ്ങളുള്ളൂ. വിശ്വസിക്കുക, ദൈവം നിങ്ങളെ ഉയർത്തും. എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അബ്രഹാം വിശ്വസിച്ചു. വീടും നാടും ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിച്ച് പോയി. അവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുകയാണ് അബ്രഹാമിൻ്റെ വിശ്വാസത്തെപ്പറ്റി. റോമർ പുസ്തകം 4 അധ്യായം 18, 19, 20 വായിക്കുകയാണ്. പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നു എന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചുമില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് അബ്രഹാമിൻ്റെ ബുദ്ധി പറയുന്നുണ്ട്, എടാ മണ്ട,
സാറായിക്ക് പ്രായമായി, സാറയുടെ ഗർഭപാത്രം മരിച്ചിരിക്കുന്നു, ഒരിക്കലും സാറായി കുഞ്ഞുണ്ടാകത്തില്ല. ബുദ്ധി വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ അബ്രഹാം എന്താണ്? ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഇല്ല, എൻ്റെ ദൈവം പറഞ്ഞു കുഞ്ഞിനെ നൽകുമെന്ന്. അതുപോലെ തന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരു പക്ഷേ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും കുഞ്ഞിനെ ലഭിക്കത്തില്ല എന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കെടുത്ത് കളയുക. ഏതെങ്കിലും ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും നിങ്ങളുടെ ഈ രോഗം സൗഖ്യപ്പെടത്തില്ല, ഒരിക്കലും നിനക്ക് ജോലി കിട്ടത്തില്ല, ഒരിക്കലും നിന്റെ കടഭാരം മാറത്തില്ല, ഒരിക്കലും നിനക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ കിട്ടത്തില്ല എന്ന് ഈ ലോകത്തിൽ ഏതെങ്കിലും വ്യക്തി നിങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. സ്വർഗത്തിലെ ദൈവത്തെ വിശ്വസിക്കുക. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. എത്ര വലിയ പ്രശ്നമാണെങ്കിലും എത്ര വലിയ രോഗമാണെങ്കിലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ വിശ്വസിക്കേണ്ട സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലാണ്. സാറായുടെ ഗർഭപാത്രം യാതൊരു ഇതുമില്ല, അതിന് മാർഗമില്ല. പക്ഷേ ആബ്രഹാം വിശ്വസിച്ചു. ആബ്രഹാം വിശ്വസിച്ചു, നീതിയായിട്ട് പരിഗണിക്കപ്പെട്ടു. വിശ്വസിക്കുക, മനുഷ്യൻ പറഞ്ഞ എല്ലാ വാക്കുകളും ഉപേക്ഷിക്കുക. ജോലിയില്ല, മക്കളില്ല, കടഭാരമാണ്, വീടില്ല, എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കുക. സ്വർഗത്തിലെ ദൈവം നിമിഷ നേരം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കും. നിമിഷ നേരം കൊണ്ട്, ഒരു സെക്കൻഡ് കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. വിശ്വസിക്കുക. എന്നെ കേൾക്കുന്ന സൗരങ്ങളെ, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിൻ്റെ ഏത് മൂലയിൽ നിന്നും ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി വിശ്വസിക്കുക. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, യേശുക്രിസ്തു ലാസറുടെ കല്ലറയുടെ അഴയ്ക്ക് വന്ന് പറയുകയാണ്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. ഈ നിമിഷം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി തമിഴ്നാടിന് വേണ്ടി യാചിക്കുക, എനിക്ക് വേണ്ടി ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുക. നമുക്ക് കണ്ണുകളടയ്ക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കാം. പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ആബ്രഹാമിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരിക. ആബ്രഹാമിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവരിക. ആബ്രഹാമിനെ ഹൃദയത്തിൽ കൊണ്ടുവരിക. സാറയുടെ ഗർഭപാത്രം, അവിടെ ഗർഭപാത്രം മരിച്ചതുപോലെ ചത്തതുപോലെയാണ്, നിർജ്ജീവമാണ്, ഒരിക്കലും കുഞ്ഞുണ്ടാകത്തില്ല എന്ന് ആബ്രഹാമിൻ്റെ ബുദ്ധി പറഞ്ഞപ്പോൾ ആബ്രഹാമിൻ്റെ ഹൃദയം പറഞ്ഞു, ഇല്ല, എൻ്റെ ദൈവം എനിക്ക് കുഞ്ഞിനെ നൽകും. ഇല്ല, എൻ്റെ ദൈവം എനിക്ക് കുഞ്ഞിനെ നൽകും. ഇല്ല, എൻ്റെ ദൈവം എനിക്ക് കുഞ്ഞിനെ നൽകും എന്ന് പറഞ്ഞതുപോലെ വിശ്വസിക്കുക. നിനക്ക് ജോലി കിട്ടത്തില്ല, നിന്റെ കടഭാരം മാറത്തില്ല, നിന്റെ രോഗം സൗഖ്യമാകത്തില്ല, ഈ പ്രശ്നത്തിൽ നിന്നും നിനക്ക് വിടുതൽ ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സഹോദര സഹോദരി വിശ്വസിക്കുക. ദൈവം, സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടും. നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ നിന്നും ദൈവം നിങ്ങൾക്ക് വിടുതൽ നൽകും. ഈ കടഭാരത്തിൽ നിന്നും ദൈവം നിങ്ങൾക്ക് വിടുതൽ നൽകും. നിങ്ങൾക്ക് ദൈവം കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കും. ദൈവത്തിന് അസാധ്യമായ കാര്യം ഒന്നുമില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. വിശ്വസിക്കുക. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എന്നെ സൗഖ്യപ്പെടുത്തും, എൻ്റെ ദൈവം ഈ പ്രശ്നത്തിൽ നിന്നും എന്നെ വിടുവിക്കും, എൻ്റെ ദൈവം അനുഗ്രഹിക്കും എന്ന് വിശ്വസിക്കുക. പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. വിശ്വസിക്കുക. പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഈ നിമിഷം ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരിയും, ഇതാ ഒന്നുമില്ലാത്ത, ആരുമില്ലാത്ത, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട, ഭാര്യ ഉപേക്ഷിച്ചു, ഭർത്താവ് ഉപേക്ഷിച്ചു, ജോലി നഷ്ടപ്പെട്ടു, മക്കൾ ഉപേക്ഷിച്ചു, ആരുമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും സ്വർഗത്തിലെ ദൈവം നിന്നെ കൈപിടിച്ച് ഉയർത്തും. സ്വർഗത്തിലെ ദൈവം നിന്നെ കൈപിടിച്ച് ഉയർത്തും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. വിശ്വസിക്കുക. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. വിശ്വസിക്കുക. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ദൈവമേ, പൂർണ്ണമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വസിക്കുക. ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ മാതാവേ, ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അഭിഷേകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടാകുന്നു. അമ്മയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു. ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്പുരാന്റെ അപേക്ഷകളാണ്.